ഒരു ദിവസം രാവിലെ കിട്ടു പടം വരയ്ക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. പെട്ടെന്ന് അമ്മ അടുക്കളയിൽ നിന്ന് വിളിച്ചു പറഞ്ഞു, കിട്ടുവേ, എന്താ അമ്മേ, കുറച്ച് വഴനയില പറിച്ചോണ്ട് വാ. ഇത് കേട്ടപ്പോൾ കിട്ടുവിന് ഭയങ്കര സന്തോഷമായി. കാരണം അവന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണമായിരുന്നു കുമ്പിളപ്പം. നല്ല ചക്കപ്പഴവും അരിപ്പൊടിയും തേങ്ങയും ശർക്കരയും ഒക്കെ ചേർത്താണ് കുമ്പിളപ്പം ഉണ്ടാക്കുന്നത്. അത് ആലോചിച്ചപ്പോൾ തന്നെ കിട്ടുവിൻ്റെ വായിൽ വെള്ളമോടി. കിട്ടു പെട്ടെന്ന് തന്നെ പറമ്പിലേക്ക് ഓടി. അവിടെ ഉണ്ടായിരുന്ന വഴനമരത്തിൽ നിന്നും ഇലകൾ പറിക്കാൻ തുടങ്ങി. പെട്ടെന്ന് അടുത്ത കുറ്റിച്ചെടികൾക്കിടയിൽ നിന്ന് ഒരു അനക്കം കേട്ടു. കിട്ടു അങ്ങോട്ട് നോക്കി, പക്ഷേ അവിടെ ഒന്നും കണ്ടില്ല. കിട്ടു വീണ്ടും ഇലകളൊക്കെ പറിച്ച് വീട്ടിലേക്ക് പോയി. ഇലകളൊക്കെ അമ്മയുടെ കയ്യിൽ കൊടുത്തു. എന്നിട്ട് പടം വരയ്ക്കാനായിട്ട് പോയി. അമ്മ കുമ്പിളപ്പം റെഡിയായപ്പോൾ കിട്ടുവിനെ വിളിച്ചു. കിട്ടു ഒരു പ്ലേറ്റിൽ 3 കുമ്പിളപ്പം എടുത്ത് പടം വരയ്ക്കുന്നിടത്തേക്ക് കൊണ്ടുവന്നു. എന്നിട്ട് തിരികെ അടുക്കളയിൽ പോയി ചായയും എടുത്ത് തിരികെ വന്നു. പക്ഷെ പ്ലേറ്റിലേക്ക് നോക്കിയപ്പോൾ കിട്ടു ഞെട്ടിപ്പോയി. ഒരു കുമ്പിളപ്പം കാണാനില്ല. ഇതെവിടെ പോയി? കിട്ടു ചുറ്റും നോക്കി. ഇനി വല്ല കിളിയും എടുത്തതാണോ എന്ന് ചിന്തിച്ച് മരത്തിൻ്റെ മുകളിലൊക്കെ നോക്കി. പക്ഷെ അവിടെയെങ്ങും ഒന്നിനെയും കണ്ടില്ല. ഷെടാ, ഇതെന്നാലും എവിടെ പോയി കാണും എന്ന് ചിന്തിച്ച് തറയിലേക്ക് നോക്കിയ കിട്ടു എന്തോ കണ്ട് അതിശയത്തോടെ നോക്കി നിന്നു. മണ്ണിൽ ചെറിയ പാടുകൾ കിട്ടുവിൻ്റെ കണ്ണിൽപ്പെട്ടു. ഇതെന്താ? കിട്ടു അതെന്താണെന്ന് സൂക്ഷിച്ചു നോക്കി. പ്ലേറ്റിനടുത്ത് നിന്ന് ആ പാടുകൾ ദൂരേക്ക് പോകുന്നത് കിട്ടു കണ്ടു. കിട്ടു മണ്ണിൽ കണ്ട പാടുകൾക്ക് പുറകെ പോയി. ആ പാടുകൾ റോഡിലൂടെ മുന്നോട്ട് പോയി. പെട്ടെന്ന് റോഡിലെ ചെറിയ പാലത്തിനടിയിലേക്ക് പോയി. കിട്ടു അതിശയത്തോടെ പാടുകൾ പിന്തുടർന്ന് പോയിക്കൊണ്ടേയിരുന്നു. അപ്പോഴതാ പാലത്തിനടിയിലായി ഒരു സ്ഥലത്ത് ഒരു പട്ടിക്കുട്ടി. കിട്ടുവിനെ കണ്ട് പട്ടിക്കുട്ടി പേടിച്ചിരുന്നു. അതിൻ്റെ ദേഹം മുഴുവൻ മണ്ണായിരുന്നു. അമ്പട കള്ളാ, നീയാണ് എൻ്റെ കുമ്പിളപ്പം എടുത്തതല്ലേ? പേടിച്ചു വിറച്ചുകൊണ്ടിരുന്ന പട്ടിക്കുട്ടിയെ കണ്ട് കിട്ടുവിന് വിഷമം തോന്നി. പേടിക്കണ്ട, നീ അത് കഴിച്ചോ, ഞാൻ ഇനിയും തരാം. ഇത് കേട്ടപ്പോൾ പട്ടിക്കുട്ടി പേടിയോടെ കുമ്പിളപ്പം കഴിച്ചു. അതിന് നല്ല വിശപ്പുണ്ടായിരുന്നു. ആർത്തിയോടെ പട്ടിക്കുട്ടി കുമ്പിളപ്പം കഴിച്ചു. പെട്ടെന്നതിലെ സീനുവും പക്രുവും വന്നു. അവർ രണ്ടുപേരും ഭയങ്കര വഴക്കാളികളായിരുന്നു. അവർ എവിടെ വെച്ച് കണ്ടാലും കിട്ടുവിനെ കളിയാക്കും. കിട്ടു പട്ടിക്കുട്ടിയുടെ കൂടെ നിൽക്കുന്നത് കണ്ടിട്ട് രണ്ടുപേരും കളിയാക്കി. ചെളി പിടിച്ച പട്ടിക്കുട്ടിയും കിട്ടുവും കണ്ടാൽ ഒരേപോലെയാണെന്നും കിട്ടുവിനൊരു വൃത്തിയുമില്ലെന്നും പറഞ്ഞ് അവർ കളിയാക്കി. പക്ഷെ കിട്ടു അവരെ മൈൻഡ് ചെയ്തതേയില്ല. കുറേ നേരം കളിയാക്കിയ ശേഷം സീനുവും പക്രുവും അവരുടെ വഴിക്ക് പോയി. കിട്ടു ഓടിപ്പോയി ഒരു കുമ്പിളപ്പം കൂടെ എടുത്ത് പട്ടിക്കുട്ടിക്ക് കൊടുത്തു. അപ്പോൾ പട്ടിക്കുട്ടിക്ക് പേടിയൊക്കെ മാറി കിട്ടുവുമായിട്ട് അടുത്തു. കിട്ടു അടുത്തുള്ള തോട്ടിൽ പട്ടിക്കുട്ടിയെ കുളിപ്പിച്ചു. അവൻ്റെ ദേഹത്തെ ചെളി മുഴുവൻ പോയി. ചെളിയൊക്കെ പോയപ്പോൾ ആ പട്ടിക്കുട്ടി നല്ല സുന്ദരനായി. നിനക്ക് ഞാൻ എന്തു പേരാ ഇടുന്നത്? നീ അധികം കുരയ്ക്കാത്തത് കൊണ്ട് കുരയ്ക്കാത്ത പട്ടി. നിന്നെ ഞാൻ കുട്ടി എന്ന് വിളിക്കും. ഓക്കെ? ആ പേരിഷ്ടമായ പോലെ കുട്ടി വാലാട്ടി. പക്ഷെ നിന്നെ വീട്ടിൽ കൊണ്ടുപോയ അമ്മ വഴക്ക് പറയും. അതുകൊണ്ട് നിനക്ക് ഞാനൊരു ചെറിയ വീടുണ്ടാക്കി തരാം കേട്ടോ. അങ്ങനെ പറഞ്ഞ് കിട്ടു തടിക്കഷ്ണങ്ങൾ കൊണ്ട് പറമ്പിൻ്റെ മൂലയ്ക്ക് കുട്ടിക്കൊരു വീടുണ്ടാക്കി. അന്നു മുതൽ കുട്ടി എന്ന പട്ടിക്കുട്ടി ആ കുഞ്ഞു വീട്ടിൽ താമസിക്കാൻ തുടങ്ങി. കിട്ടു അറിയാതെ അമ്മ ഇതൊക്കെ കാണുന്നുണ്ടായിരുന്നു. മറ്റു ജീവികളോടുള്ള കിട്ടുവിൻ്റെ കരുതൽ കണ്ടിട്ട് അമ്മയ്ക്ക് വലിയ സന്തോഷമായി. പക്ഷേ അതോടൊപ്പം അല്പം ഭയവും. മൃഗങ്ങൾ കിട്ടുവിനെ ഉപദ്രവിക്കുമോ? കാരണം മറ്റു മൃഗങ്ങളോട്, പ്രത്യേകിച്ച് ഒരു പരിചയവുമില്ലാത്ത മൃഗങ്ങളോട് ഇടപെടുമ്പോൾ നാം വളരെ സൂക്ഷിക്കണം.